പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്ക്. അത് തന്നെ കുറെ നേരമായി ഞാൻ ഇവന്മാരെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്താ ഇവന്മാരും ചത്തില്ലേ? നിർത്തിയങ്ങ് അപമാനിച്ചവൻ. എന്റെ പൊന്നെ ചാൾസ്, ഓടിപ്പോ ഓടിപ്പോ ഓടിപ്പോ. കൊടുത്തോ 2 കൊണ്ടിട്ടുണ്ട്, 2 3 കൊടുത്തു തോന്നുന്നു ഇപ്പൊ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചുച്ചു ചാൾസ് പാർട്ട് 3. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കുറെ വെപ്പൺ മിഷനെ കളിച്ച് ഈ മൈനകത്ത് ഒരു എഗ് ഉണ്ട്. ആ എഗ്ഗിനുള്ള ചാവിയൊക്കെ കിട്ടി. ആ എഗ് എടുക്കാനായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഓക്കെ, ഓ ആരോ കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വിളിച്ചിരിക്കാം. ഇല്ലടാ, കണ്ടടാ, ഓടിക്കോ. ഇവിടെ 2 ഷോട്ട്. ലൈഫ് നോക്കിയ കാലോളം പോയി. ഓടിപ്പോക്കോ ഓടിപ്പോ ഓടിപ്പോ, തിരിഞ്ഞു നോക്കണ്ട. അമരൂര ക്ലോസ് ഉണ്ടെങ്കിൽ വെടിവെക്കുള്ളൂ, ദൂരെ നിന്ന് വെടിവെക്കൂല. കാരണം നിൽക്കാതെ ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇനിയിപ്പം ട്രെയിനിൽ കയറിയിട്ട് അവന്മാരെ വെടിവെച്ചുള്ളൂ, അല്ലാതെ അവന്മാര് പിറകിൽ നിന്ന് വരുന്ന മാറത്തില്ല. എവിടാണോ ട്രെയിൻ കൊണ്ടിട്ടത് പണ്ടാരം? ട്രെയിൻ എവിടെ? ട്രെയിൻ എവിടെ? അങ്ങ് ദൂരെയായിട്ട് ട്രെയിൻ കൊണ്ടിട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങ് മൈനാകുമ്പോൾ കുറച്ച് സെന്ററിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓടി ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ കുറച്ച് മുന്നോട്ട് ഇടണം. അപ്പോഴേ അവന്മാർ ബാക്കിൽ നിന്ന് വരെയല്ലേ. എന്നിട്ട് അവന്മാരെ വെടിവെച്ചുമല്ല നമുക്ക്. പൊട്ടെ പൊട്ടെ പൊട്ടെ, ബ്രേക്ക് കിട്ടോ, ബ്രേക്ക് കിട്ടോ. അവന്മാരെ കത്തിക്കാം. മിസൈലല്ലേ ഉള്ളത്? കാണുന്നില്ലല്ലോ. സൗണ്ട് കേൾക്കുന്നുണ്ട് വിസിലടിക്കുന്ന. എവിടെ വരുന്നില്ലേ? പോയാ? അത് വരുന്നു. ഓടിവാ. ഓ, 2 സെന്ററിൽ കൂടെ പോയി. പിന്നല്ല, ഒരു വെടിക്ക് 2 പക്ഷി. ആക്ച്വലി 2 വെടിക്കാണ് 2 പേരെ കിട്ടിയെങ്കിലും ചത്തല്ല, നമ്മൾ കൊന്നു ഭീകരൻ. ഇവനെന്താ ചത്തില്ല? ഇവനെന്താ കുലുങ്ങുന്നത്? ഇവനത് എന്താ ആക്ഷനാ കാണിക്കുന്നത്? അയ്യോ, നമുക്ക് ഇവനെ കത്തിക്കാം. അവൻ ചത്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പോയി അപ്പോഴേക്കുണ്ടാ തീർന്നാ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എടാ, അവൻ എന്നിട്ടും അനങ്ങുന്നു. അതുപോട്ടെ, അനങ്ങുന്നവരൊക്കെ അനങ്ങിക്കോട്ടെ. നമുക്ക് അനങ്ങുന്ന നോക്കിയിരിക്കാൻ സമയമില്ല. അവൻ എങ്ങനെ വേണമെങ്കിലും അനങ്ങിക്കോട്ടെ. അല്ല പിന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ എഗ് എടുക്കാം. ഇനിയിപ്പോ വലിയ ടെൻഷൻ ഇല്ല. അവന്മാരത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങി കൊന്നല്ലോ. ഇനി പോയിട്ട് സമാധാനത്തിൽ എഗ് എടുത്താൽ മതി. നല്ല ആഴുണ്ടല്ലോ, ചടാ. ഇവിടുന്ന് ചാടിയിട്ട് ആകെ കുറച്ച് ലൈഫ് കൊടുത്തില്ല. മറ്റേ വെടിയുണ്ടപ്പോൾ ആകെ ആ കുറഞ്ഞ ലൈഫ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച് തീർന്നു കേട്ടോ. അരനാഴിടയ്ക്ക് ആ പുലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയിപ്പോൾ ടെൻഷനില്ല, ഇവിടെ ആരും കാണത്തില്ല. ഓടിപ്പോയി നമുക്ക് എടുക്കേണ്ട സാധനം എടുക്കാം. ഇവിടെ എവിടാണോ ഓമാരി മുട്ട കൊണ്ട് വെച്ചേക്കുന്നത്? ഹലോ, ഇതാരും ഇല്ലേ? മുട്ട എവിടെയാണുള്ളതെന്നറിയോ? 2 ഗാർഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് നോക്കി, ബ്ലഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ബ്ലഡ് വരാൻ വേണ്ടി ഇതിനകത്ത് മാത്രം എന്താണോ സംഭവിച്ചത്? കുറെ സ്ക്രാപ്പ് ഉണ്ട്, അത് ഭാഗ്യം. ലിവർ ഉണ്ട്, അത് ഇതിന് താഴെ ആയിരിക്കും അപ്പോൾ സാധനം ഉള്ളത് കേട്ടാ. ഓക്കെ, വെറൈറ്റി, ഐ ലൈക്ക് ഇറ്റ്. പൊട്ടെ പോവാൻ പറ്റൂല. ഓക്കെ, ബാക്കിലോട്ടല്ലേ പോട്ടത്. എന്റെ പൊന്നെ, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാനും ശരിയാവൂലല്ലോ. ഒരു വെടി കൊണ്ട് ഓടി നമുക്ക് അകത്തോട്ട് പോകാതെ വഴിയുള്ളൂ. ഒരുത്തനെ കാണുള്ളൂ വിശ്വസിക്കുന്നു. യെസ്, എന്റെ പൊന്നെ തോണ്ടിരിക്കുന്ന മുട്ട രക്ഷപ്പെട്ട്. മുട്ട എടുത്തോ. പൊട്ടെ. 1 മിനിറ്റ്, സ്ക്രാപ്പ് ഒന്ന് എടുത്തോട്ടെ. ഇവിടെ വഴിയില്ലേ? മാറി നിക്കട അങ്ങോട്ട്. ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഓടി ലിവറിൽ കയറി വീട്ടിൽ കയറണം. പൊട്ടെ. ഇത് അത് തന്നെയാണോ? നമ്മൾ വന്ന വഴിയാണോ പോണേന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഏത് വഴിയാ വന്നേന്നൊന്നും. 2 വിസിലടി കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് വേറെ ഏതോ സ്ഥലം. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ പുറത്തെത്തി. ട്രെയിൻ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം ഉണ്ടാവും കേട്ടാ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി നേരെ ഓടിയാൽ മതി. നിന്ന് കഴിഞ്ഞാൽ അവന്മാർ പിറകെ വന്ന് വെച്ച് വെടിവെച്ചിടും. കൂടി രക്ഷപ്പെട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പോയി. അപ്പോൾ നമ്മൾ 2ാമത്തെ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും കൂടെ എടുത്ത് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ചാൾസിനെ ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി വിളിക്കാം. പോയോ അവന്മാര്? ഇല്ല, ബാക്കിലുണ്ട്. ട്രെയിൻ ഇവിടാ. ട്രെയിനുള്ള സ്ഥലത്തെത്തി. മുട്ട കിട്ടിയില്ല. ഇനിയിപ്പോൾ അവന്മാരെ വിളിച്ചെടുത്ത് കൊല്ലാനൊന്നും നിൽക്കണ്ട. നമുക്ക് നമ്മുടെ മിഷൻ നോക്കി പോവാം. കൊല്ലണോ? വേണ്ട, നമുക്ക് പോവാം. അവന്മാര് വരുന്നതൊന്നുമില്ല. ഇനിയിപ്പോൾ കൊല്ലാൻ വേണ്ടി കാത്തുന്ന സമയങ്ങളുണ്ട്. വണ്ടി എടുക്കട്ടെ. അങ്ങനെ ഒരുവിധ 2ാമത്തെ മുട്ട എടുത്ത് എങ്ങനെയൊക്കെ നമ്മളവിടുന്ന് എസ്കേപ്പായി. ഇനിയിപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? വളയാൻ വരട്ടെ. ട്രെയിൻ നിർത്തി മാപ്പ് നോക്കാം. ഓക്കെ, അത് ഓപ്ഷണൽ മിഷനാണ്. മെയിൻ മിഷൻ ആകുമ്പോൾ റെഡ് കളറിലുണ്ടാവും. റെഡ് കളറില്ലേ? അവിടെ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. സമ്മൺ ചാൾസ് വിത്ത് ദ എക്സ് ആൻഡ് എൻഡ് ദ റെയിൻ ഓഫ് ടെറർ. ഓക്കെ, അത് മെയിൻ മിഷനാണ്, ഫൈനൽ മിഷനാണ് ചാൾസിനെ കൊല്ലുന്നത്. ഇവിടെയൊക്കെ ഓപ്ഷണൽ മിഷനാണല്ലോ. റെഡ് മിഷനൊന്നും ഇല്ലേ? അപ്പോൾ കാണുന്നില്ലല്ലോ ഒന്നും. എടാ, കഴിഞ്ഞോ? അപ്പോൾ ഇനിയിപ്പോൾ മെയിൻ മിഷൻ മാത്രമേ കളിക്കാനുള്ളൂ. അപ്പോൾ 3ാമത്തെ മുട്ട അത് അവിടെ തന്നെ കാണും മിക്കവാറും. നമുക്കൊരു ഓപ്ഷണൽ മിഷൻ കളിക്കാം. കാരണം നേരെ മെയിൻ മിഷൻ കളിച്ചാൽ ശരിയാകത്തില്ല. ഒരു ഓപ്ഷണൽ മിഷനൂടെ കളിച്ചാലല്ലേ ഒരു സുഖമുള്ളൂ. ഓപ്ഷണൽ മിഷൻ എന്താ ഉള്ളതെന്ന് നോക്കണമല്ലോ.
നമുക്ക് നേരെ ഓപ്ഷൻ വിഷയം കളിക്കാം. അത് വലത്തോട്ട് പോകണം. വളയം കെട്ടി ലിവറൊക്കെ അതൊക്കെ വർക്കാവുന്നുണ്ട് കേട്ടോ. ഭാഗ്യം പൊട്ടി പൊട്ടി. ഒരു ഓപ്ഷണൽ വിഷയം കളിച്ച് നോക്കാം. അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് കൂടെ നോക്കാം. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാൾസിനെ കൊല്ലാൻ ഉപകരിക്കുമല്ലോ. ഇവിടുന്ന് നേരെ ഓടി അവിടം വരെ പോകണം. ഇച്ചിരി ദൂരമുണ്ട്. എത്ര 100-104 മീറ്റർ സംതിങ് ഉണ്ട്. അവിടം വരെ ഓടിപ്പോണം. അതിനിടയിൽ വല്ല ചാൾസ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. മിക്കവാറും നമ്മൾ ഡെഡാവും. ഇത് താഴെയാണല്ലോ വഴിയുള്ളത്. താഴെ കൂടിയാണോ പോകേണ്ടത്? ഓക്കെ ലെറ്റ്സ് ഗോ. താഴെ കൂടി പോവാം. അങ്ങോട്ട് പോട്ടെ. അവിടെ ഒരാൾ നിൽക്കുന്നു. ഈ പാരാത്രി ഇവൻ ഈ വീട് നോക്കി നിൽക്കുകയാണോ? ഈ 2 ബംഗ്ലാവ് നോക്കി നിൽക്കുക പാവപ്പെട്ടവൻ. ഹലോ. Hey, aren't you the new guy who's come here to work for us? You must be. ആക്ച്വലി സത്യം പറഞ്ഞ അവൻ എന്താ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ 2 ബംഗ്ലാവ് ഉണ്ടല്ലോ. ഇവിടെയാണ് മിഷൻ കാണിക്കുന്നതും. അപ്പോൾ ഇവിടെ ആയിരിക്കും അതുള്ളത്. അതെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും ആ സംഭവം ഉള്ളത് എന്താണെങ്കിലും. ഓക്കെ, നമുക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലാവും. ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ബ്ലോക്കാണല്ലോ. കയറി പിടിച്ച് ശരി. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചാടിപ്പോകാൻ പറ്റുമെന്ന് വെറുതെ ചാടി നോക്കിയതാണ്. സക്സസ്. നൈസ്. ഇനിയിപ്പം സ്ക്രാപ്പ് അല്ലാതെ ഇവിടെ വേറെ കാണുന്നില്ല. മണ്ടയിൽ ബ്ലോക്കാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? താഴെ വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. താഴെയും സ്ക്രാപ്പ്. ടേബിളിൻ്റെ മണ്ടയിലൊന്നുമില്ല. വെള്ള പെയിന്റ് ഇട്ട്. നൈസ്. ഇനി നമുക്ക് ട്രെയിനിന് വേറെ പെയിന്റ് അടിക്കാം. വെള്ള പച്ച എങ്ങാണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ബെഡിലൊന്നും ആരുമില്ല. ചുറ്റിയിലെടുത്തിന് മണ്ടയിൽ വല്ല അടിച്ചു പൊളിക്കുന്ന പോലെ പരിപാടിയാണോ? ആ ഡോറ് തുറക്കാനും പറ്റുന്നില്ല. ഓക്കെ, ഉമ്മാര് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. തിരിച്ചു ചാടി നോക്കാം. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലായിരിക്കും സാധനം. റെഡി 1 2 താഴെ വീട് പണ്ടാരം. ഈ ബിൽഡിങ്ങിന്റെ 2 ബംഗ്ലാവിന്റെ മണ്ടയിൽ എന്തോ സംഭവം ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പണ്ടല്ല അതിനകത്ത് മൊത്തം തപ്പിയിട്ടൊന്നും കാണുന്നില്ല. അധികം നേരം നമുക്ക് പുറത്തേക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചാൾസ് വരും. എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇതുവഴി ചാടി ഓ മണ്ടേ കയറാണെന്നുണ്ടോ? ഇതുവഴി ചാടിയിട്ട് മറ്റേ കയർ വഴി ഇതിന്റെ മണ്ടേ കയറണം. മണ്ടയിൽ ബ്ലോക്കല്ലേ, നമ്മളിപ്പോൾ എങ്ങനെ പോവും? ഷടാ, ഇതിന് വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ പോകാനായിട്ട്. അതാ ചാൾസിന്റെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് സമയം കാണാൻ നേരെ ട്രെയിനിൽ കയറാം. ചാൾസ് വരാൻ സമയമുണ്ട്. ചാൾസിന്റെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴൊക്കെ ചാൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി അവിടെ തീരും. സ്ക്രാപ്പ് എടുക്കട്ടെ ചാൾസൊക്കെ. പിന്നെ ഓക്കെ, ട്രെയിൻ അവിടെ ഉണ്ട്. ഓടിക്കറിക്കോ. ഇനിയിപ്പോൾ നേരെ മെയിൻ മിഷനെ കളിക്കാം. ഈ സൈഡ് മിഷൻ കളിക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു മിഷൻ കളിക്കാൻ പറഞ്ഞാൽ ചെന്നപ്പോഴതാണ് ഒരുമാതിരി മിഷൻ. ഞാനൊന്നും പറയുന്നില്ല. എടുക്കടാ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവിടെയാണ് പോകേണ്ടത്. അവിടെ പോകണമെങ്കിൽ റിവേഴ്സ് ഇടേണ്ടി വരും കേട്ടോ. നേരെ പോകാൻ പറ്റില്ല. റിവേഴ്സ് ഇട്ട് പോയിട്ട് അങ്ങന്ന് വളഞ്ഞു വരണം. പെയിന്റ് പറ്റിയടിക്കാം. കറുപ്പടിച്ചിപ്പോൾ എങ്ങനെയുണ്ട്? ഒരുമാതിരി ഉണ്ടല്ലേ. പുറത്ത് പോയി നോക്കട്ടെ. കൊള്ളത്തില്ല. മറ്റേ പച്ച. ഇത് നല്ല വെളിച്ചം വന്നു. ഇത് നൈസറേ. ലൈക്ക് പച്ച കളർ കൊള്ളാല്ലേ. നമുക്കിപ്പോൾ പച്ച കളറിൽ കളിക്കാം. മെയിൻ ചാൻസ് കൊടുക്കുന്ന ഫൈറ്റിന് പച്ച കളറിൽ. ഓക്കെ, മിസൈലിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ നല്ല രസമുണ്ട്. നോക്കിയേ, വെറുതെ ഒരുപാട് ദൂരം പോകുമ്പോൾ ബോറടിക്കേണ്ടെന്ന് വെച്ച് കത്തിച്ച് കളിക്കുക. ചാൾസ് വരാടെ ഉപകരിക്കും. പറഞ്ഞു കഴിഞ്ഞില്ല. അതുകൊണ്ട് വരുന്ന ചാൾസ് എന്നാ പിടിച്ചോറണം. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇടതുകാല വലതുകാലം കണ്ട് ഓടിച്ചാൽ തോന്നുന്നു. 2 ഓടിപ്പോ 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 ഓടിപ്പോ. 3 അടുത്തെത്തി. പൊടപ്പൊടപ്പൊടപ്പൊടപ്പൊടപ്പൊടപ്പൊടപ്പൊടതാ. 4 കൊണ്ടിട്ട് ചത്തില്ല ഇത്. 5 എൻ്റെ മോനെ. സാധാരണ 3 കൊണ്ടാ പോണ ചാൾസാണ്. പൊക്കി ഇട്ടുമൊക്കെ ചിലപ്പോൾ കൊള്ളും. അതൊക്കെ മരത്തിൽ കൊള്ളുന്നു. ഇപ്പം 5 കൊണ്ടപ്പോഴാണ് ചാൾസ് പൊക്കളഞ്ഞ കേട്ടോ. നമ്മൾ മെയിൻ മുട്ട എടുക്കാൻ 3ാമത്തെ മുട്ട എടുക്കാൻ പോണത് ചാൾസ് അറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചിട്ട് പോയതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടാണ് മെയിൻ മിഷൻ. ഇവിടുന്ന് ഒരു മുട്ടയും കൂടെ എടുത്ത് ഇതിനെ സെൻറ്ററിലെങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചാൾസുമായിട്ടുള്ള ഫൈനൽ ഫൈറ്റിന് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിരിക്കും പ്രോബബ്ലി ദ ഫൈനൽ ഫൈറ്റ്. അതുകൊണ്ട് അവിടെ എത്താൻ വരുന്നു. ഇവിടെ എത്ര പേരുണ്ടെന്ന് അറിയാൻ കേട്ടോ. അതൊക്കെ ഒമാരെയും കൊല്ലാം. എവിടെ എവിടെടാ? അത് വരുന്ന അവിടെ. ഇതിന് ആക്യുറസി ഭയങ്കര കുറവാട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടോടുകൂടി ഈ ഗെയിം നമ്മൾ ഫിനിഷ് ചെയ്ത് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. See you.